നല്ലോണം 3D വിഷ്വൽസ്, പുള്ളിയുടെ ഡയറക്ഷൻ, സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക. A movie directed and acted by my favorite actor, എന്റെ ലാലേട്ടൻ. 2024 തുടക്കത്തിൽ ഒരു ബോംബിട്ട് പോയി അവസാനം ഡിസംബർ മാസം തിരിച്ചു വന്ന് പിന്നെയും ബോംബിട്ട് ഏട്ടൻ പടം ഞാൻ ബറൂഷ് 3D. എനിക്ക് നല്ല വിഷമമുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോ. എനിക്ക് ഈ മനുഷ്യന് എന്ത് ഇഷ്ടാന്നറിയോ? ഇയാളെ വെല്ലുന്ന ഒരു പെർഫോമൻസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇങ്ങേരുടെ ഇമാതിരി ഒരു അൽക്കുലത്തെ പരിപാടികൾ കാണുമ്പോഴാ എന്തിനാണ് ഏട്ടാ ഇങ്ങനെ ഒരു അപരാധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വേറൊരാൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അപ്പോ ഗൈസ്, നമ്മുടെ ഏട്ടൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച് പാട്ടുപാടി കുട്ടികൾക്ക് വേണ്ടി പടച്ചു വിട്ടൊരു പടം. ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. പക്ഷെ കുട്ടികൾ തന്നെ എടുത്തു കളഞ്ഞു. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് സ്കൂളിൽ പട. ഒരു ആവറേജ് ഏട്ടൻ ഫാനിന് ഓർഗസം കിട്ടാൻ വേണ്ടിയുള്ളതൊക്കെ ഈ പടത്തിൽ ഏട്ടൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏട്ടന്റെ കുക്കിംഗ്, ഏട്ടന്റെ കുസൃതികൾ, ഏട്ടന്റെ ഗാനമേള. ഇത് മാത്രമല്ല, നമ്മുടെ ഏട്ടൻ ഫാൻസിന് വേണ്ടി അതിനൂതന സാങ്കേതിക വിദ്യയായ സാൽമൺ 3D എഫക്ട് ഉപയോഗിച്ച് ഏട്ടൻ സ്ക്രീൻ വരെ പിളർന്നു വരും. ഇതൊന്നും പോരാഞ്ഞിട്ട് പ്രേക്ഷകർക്ക് മാക്സിമം 3D എഫക്ട് കിട്ടാൻ വേണ്ടി സാൽമൺ 3D എഫക്ട് ഉപയോഗപ്പെടുത്തി മുന്തിരിയേറ്, മുളക് പൊടിയേറ്, ബർഗർ ഏറ്, ബിസ്ക്കറ്റ്, കമ്മല്, വാണം, മീന് ഇതൊക്കെ എടുത്ത് ക്യാമറയിലേക്ക് വലിച്ചെറിയും. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ മൈഡർ കുട്ടിച്ചാത്തിന് ഇറങ്ങിയ സമയത്ത് പുത്തൻ പുതിയതായിരുന്ന ചുമരിന്റെ മേലെ കുത്തിനെ നിൽക്കുന്ന ഫ്രഷ് ഷോട്ട് കാണിച്ചുകൊണ്ടാണ് 1984 അത് പുതുപുത്തനായിരുന്നു. പിള്ളേരൊക്കെ മാർവലിന്റെ ഡീസിന്റെ ഇജാതി ഐറ്റംസ് ഒക്കെ കണ്ടു വളരുന്ന കാലത്താണ് ഏട്ടൻ ചോമ്പറിന്റെ മേലെ കൂടെ നടക്കുന്ന ഭൂതത്തിനെ കൊണ്ട് വന്നേക്കണത്. ആ കലണ്ടർ തൂക്കിയിടാൻ അടിച്ച ആണി പോലെ നിൽക്കുന്ന മനുഷ്യനാണ് ബറൂഷ് ഭൂതം. വെറും ഭൂതമല്ല, ഡിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ഭൂതം. വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ. ആൻഡ് അങ്ങേര് കാക്കുന്ന നിധിയാണ് തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണികൾ. അപ്പൊ ഈ ബറൂഷ് എങ്ങനെ ഭൂതമായെന്ന് വെച്ചാൽ, പണ്ട് ബറൂഷ് ഗോവയിൽ അച്ചാർ കച്ചവടത്തിന് വന്ന ഡിഗാമ തമ്പുരാന്റെ കൊട്ടാരത്തിൽ അടിമ കണ്ണായി വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ തമ്പുരാന്റെ പിള്ളേരെ നോക്കുക, കൊട്ടാരം അടുക്കളയിൽ പണിയെടുക്കുക, തമ്പുരാന് ഷർട്ട് ഇടിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ തുടങ്ങി തമ്പുരാന്റെ എല്ലാമായിരുന്നു ബറൂഷ്. എന്റെ തമ്പുരാനെ. ഇങ്ങനെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തമ്പുരാൻ എമർജൻസി ആയി ഒന്ന് നാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പൊ തമ്പുരാൻ തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിയൊക്കെ എടുത്ത് ഒരു നിലവറക്കുള്ളിൽ വെച്ച്, മോനെ ബറൂഷേ, ഞാൻ നിന്നെ മന്ത്രവാദം ചെയ്തൊരു ഭൂതമാക്കാൻ പോവാണ്. എന്നിട്ട് തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിയുടെ താക്കോലൊക്കെ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തരും. അത് നീ ഞാൻ 1-ാം തീയതി തിരിച്ചു വന്നാൽ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയും. അങ്ങനെ താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഡിഗാമ തമ്പുരാൻ ഒരു മന്ത്രവാദിനെ വിളിച്ച് ബറൂഷിന് കഷായം കൊടുത്ത് കൊന്ന് തല മൊട്ടയടിച്ച് ഭൂതമാക്കി മാറ്റി ആ നിലവറയുടെ താക്കോലും കയ്യിൽ കൊടുത്ത് തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണി നോക്കി എവിടെയിരി എന്ന് പറയും. എന്നിട്ട് തമ്പുരാൻ നാട് പിടിക്കും. ഈ തമ്പുരാന്റെ കപ്പൽ ട്രെയിൻ ഓടുന്ന പോലെയാണ് പോവുക. ഇത് ബജാജിന്റെ ബാക്ക് എഞ്ചിനോട്ടോടെ എഞ്ചിനും വെച്ച് ഓടുന്ന കപ്പലാണെന്ന് തോന്നുന്നേ. എന്താ കുലുക്കം? സോ ഗൈസ്, അങ്ങനെ 1-ാം തീയതി വരാമെന്ന് പറഞ്ഞു പോയ തമ്പുരാൻ തിരിച്ചു വന്നാൽ ഈ താക്കോലും കയ്യിൽ കൊടുത്ത് ഒഴിവാവാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാവും ബറൂഷ് ഭൂതം. പക്ഷെ നമ്മുടെ തമ്പുരാൻ തിരിച്ചു വരാൻ ഇത്തിരി ലേറ്റ് ആവും. ഒരു 389 വർഷം. തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടായി. അങ്ങനെ ആ കഴിഞ്ഞ 389 വർഷം മൊത്തം തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിക്ക് കാവലിരിക്കുകയായിരുന്നു നമ്മുടെ ബറൂഷ്. ഇതിന്റെ ഇടയിലാ നിധിയൊക്കെ ഒരുപാട് പേര് കക്കാൻ ശ്രമിക്കും. പക്ഷെ അവരൊക്കെ ബറൂഷ് ഭൂതമായി വന്ന് പീഡിപ്പിച്ചു വിടും. ഇങ്ങനെ ബറൂഷ് ഗുഹയ്ക്കുള്ളിൽ മൂഞ്ചി കുത്തിരിക്കുന്ന സമയത്താണ് ഡിഗാമ തമ്പുരാന്റെ കൊട്ടാരം ഒരു കാസിനോ ആക്കി മാറ്റാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അഗ്രിമെന്റ് ഒപ്പിടാൻ വേണ്ടി ഡിഗാമ തമ്പുരാന്റെ 13-ാം തലമുറയിലെ 13 വയസ്സുകാരിയായ അനന്തരാവകാശി ഇസബെല്ല ഇവിടെ ലാൻഡ് ആവുന്നത്. ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും ഒരു വെറുപ്പിപ്പെണ്ണിനെ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ബാസ്കറ്റ് ബോൾ എടുത്ത് ടീച്ചറിന്റെ മണ്ടക്കെറിയും, ടീച്ചറിന്റെ മൂട്ടിൽ പടക്കം പൊട്ടിക്കും, ചുമ്മാ ക്ലാസ്സിൽ ഇരുന്ന് ഫുഡ് അടിക്കുന്ന പെൺകൊച്ചിനെ അങ്ങോട്ട് കയറി ചൊറിയും. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, അതങ്ങനെ ഒരു വെറുപ്പി. മാത്രമല്ല ഇസബെല്ല പുതുതലമുറയുടെ ഒരു പ്രതീകമാണെന്ന് കാണിക്കാൻ വേണ്ടി അവൾക്കൊരു ഫ്രഷ് ക്യാരക്ടർ ട്രീറ്റ് നമ്മുടെ ഏട്ടൻ കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, ഇസബെല്ല ആരെ കണ്ടാലും സെൽഫി എടുക്കുന്ന ഒരു മോഡേൺ ഗേൾ ആണ്. അപ്പൊ അങ്ങനെ ഇസബെല്ല നാട്ടിൽ ലാൻഡായ വിവരം ബറൂസ് അറിയുകയാണ്. ഉടനെ തന്നെ തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിയുടെ താക്കോല് അവൾക്ക് കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി ബറൂസ് ഇറങ്ങി തിരിക്കുകയാണ്. പക്ഷെ ബറൂസിനെ കണ്ടതും ആ കുരുത്തം കെട്ട കുരുപ്പ് ഓടാ മൊട്ട എന്നും പറഞ്ഞ് ബറൂഷിന് ആ പറമ്പ് മൊത്തം ഇട്ടു ഓടിക്കും. ഈ ഓട്ടത്തിൽ ബറൂഷ് മതില് പൊളിച്ചു വരും.
ബാത്റൂമിന്റെ ചുമരിന്റെ മുകളിലിരുന്ന് നമ്മുടെ കുളിസിയും കണ്ട് കുളിര് കൊരുന്ന പല്ലിയെ പോലെ മതിലിന്റെ മുകളിൽ പറ്റി പിടിച്ചു നിൽക്കും ബറോഷ്. എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും ബറോഷ് ഒരു ഭൂതമാണെന്ന് മാത്രം ആ പെണ്ണിന് മനസ്സിലാവുന്നേ ഇല്ല. എങ്ങനെടാ ഇതൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നേ? അതൊക്കെ പോട്ടെ, ഈ ഫ്ലെക്സ് കെട്ടി തൂക്കി വലിക്കുന്ന VFX ചെയ്തിട്ടാണോ അണ്ണാ നിങ്ങൾ ഇത് നമ്മുടെ കൈവിട്ട് പോയി ഇന്റർനാഷണൽ ലെവലിലൊക്കെ എത്തിയെന്ന് പറഞ്ഞത്? ഇന്റർനാഷണൽ ഫിലിമിന്റെ ഫോർമാറ്റിലേക്ക് ആ സിനിമ മാറി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ പടത്തിൽ ബറോഷ് ഭൂതത്തെ ആകെ ഈ പെൺകൊച്ചിന് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പക്ഷെ റോട്ടിലൂടെ പോകുന്നവരൊക്കെ ബറോഷിന് വഴി മാറി കൊടുക്കും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അണ്ണ. സോ ഗൈസ്, അങ്ങനെ അവസാനം താനൊരു ഭൂതമാണെന്ന് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഏട്ടൻ നടുക്കടലിൽ ഒരു തെങ്ങിന്റെ മണ്ടിൽ കയറിയിരിക്കും. എന്നിട്ട് ഇസബല്ലയോട് ഇങ്ങോട്ട് വാ മോളെ എന്ന് പറയും. അപ്പൊ അത് കേട്ടതും ഇവള് കടലിന്റെ മേലെ കൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങും. അവതാർ ദി വേ ഓഫ് വാട്ടറിനെ വെല്ലുന്ന രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവതാർ എടുക്കാൻ വേണ്ടി അവന്മാര് ഡിജിറ്റൽ വാട്ടർ, ഡീപ് 3DX ക്യാമറ ഇതൊക്കെയാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ അതൊന്നും വേണ്ട. ഒരു തെങ്ങിന്റെ കുറ്റി, 2 കയറ്, കടലിന്റെ ഒരു കർട്ടൻ. അവരാത് ദി വേ ഓഫ് വാട്ടർ റെഡി. അങ്ങനെ 1 കിലോമീറ്ററോളം ഇസബല്ല കടലിന്റെ മേലെ കൂടെ നടക്കും. എന്നിട്ടും അവൾക്ക് മനസ്സിലായില്ല അവൾ കടലിന്റെ മേലെ കൂടെയാണ് നടക്കണേന്ന്. അതങ്ങനെ ഒരു ട്യൂബ്ലൈറ്റ്. അവസാനം ഗതി കെട്ട് ബറോഷ് പറയും, എടി മന്ദപ്പേ, നീ ഇതുവരെ കടലിന്റെ മേലെ കൂടെയാണ് നടന്നത്, മാത്രമല്ല ഞാനൊരു ഭൂതവുമാണ് എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ഇസബല്ലയ്ക്ക് മനസ്സിലാവുകയാണ് ബറോഷ് ഒരു ഭൂതമാണെന്ന്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇതൊക്കെ പോട്ടേന്ന് വെക്കാം, എന്നാലും കടലിന്റെ നടുവിൽ ആരടായി തെങ്ങ് കുടിച്ചിട്ടത്? മേക്ക് ബിലീഫ് ആയിരിക്കും. അങ്ങനെ അതിനുശേഷം ബറോഷ് ഭൂതവും ഇസബല്ലയും വൻ കൂട്ടാവും ബറോഷ് ഇസബല്ലയെ കടലിന്റെ അടിയിലൊക്കെ കൊണ്ടുപോകും. ഇവിടെയാണ് ഈ സിനിമ ശരിക്കും ഒരു ഫാമിലി പടമാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നത്. കാരണം ഈ സോങ് എവിടെ വേണമെങ്കിലും പോസാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പാക്കി ഗുഡ് മോർണിംഗ് എഴുതിയിട്ടാൽ തെക്കേ തറവാട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അച്ചുമാമയ്ക്ക് 2 കൊല്ലം ഓടിക്കാനുള്ള കണ്ടന്റ് കിട്ടും. പിന്നെ ഈ സോങ്ങിലാണ് ഏട്ടൻ ഒരു നീരാളിയായി അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിക്കും കോയമ്പത്തൂർ മമ്പിൾബിയിലെ റിയാസണ്ണന്റെ പോലെ ഒരു കിടിലൻ ഐറ്റം ആവുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഈ തിരകൾക്കും കടലിനും അപ്പുറം ഒരു ലോകമുണ്ട്. ഈ കൊച്ചു ടിവിക്ക് ഡബ് ചെയ്തിട്ടാണ് ഞാൻ ഈ പടത്തിൽ നീരാളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ വന്ന് തള്ളിയത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മന്ത്രവാദിനി ബറോസിന്റെ കയ്യിന്ന് തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിയുടെ താക്കോൽ എടുക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കുന്നത്. ഭൂതത്തെ തളയ്ക്കാം. ഇവർ പണ്ട് ബറോസിനെ ഭൂതമാക്കിയ മന്ത്രവാദിനിയുടെ ഇപ്പോഴത്തെ തലമുറക്കാരിയാണ്. സ്പൈഡർമാൻ 8 കാലിയാണ് ശക്തി കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് ശക്തി കൊടുക്കുന്നത് തേളാണ്. പിന്നെ ഇവർ താമസിക്കുന്നത് ഒരു ആഫ്രിക്കൻ കോളനിയിലാണ്. അവിടുത്തെ ആൾക്കാർ ഒരു പ്രത്യേക ടൈപ്പാണ്. ഫുൾ ടൈം ഹാപ്പി ആയി ഡാൻസ് കളിച്ചുകൊണ്ടാണ്. ഇതേ സമയം ബറോഷ് അവിടെ ഇസബല്ലിനെയും കൂട്ടി മുന്നേ കടലിന്റെ കർട്ടൻ അടിച്ചപ്പോൾ ബാക്കി വന്ന തുണിയെടുത്ത് ഒരു മാച്ച് അടിച്ച് അതും ഇട്ട് ഫാൻസിന് വേണ്ടി ലാലിസും ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുകയാവും. അങ്ങനെ അവസാനം ക്ലൈമാക്സ് നടക്കാൻ പോവുകയാണ്. ബറോഷ് തന്റെ തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിയുടെ തക്കോല് ഇസബല്ലയ്ക്ക് കൈമാറാൻ നിൽക്കുകയാവും. അപ്പൊ അത് ഇതറിഞ്ഞതും ആ ആഫ്രിക്കൻ മന്ത്രവാദിനി പഴയ ഡിഗാമ തമ്പുരാന്റെ വേഷവും കെട്ടി ബറോസിന്റെ അടുത്ത് ചെന്ന് പറയും, തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിയുടെ തക്കോല് എനിക്ക് തരാൻ. അപ്പൊ തന്റെ തമ്പുരാനെ കണ്ടതും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന ബറോഷ് തമ്പുരാന്റെ മുന്നിൽ പോയി മുട്ടിൽ നിൽക്കും. പക്ഷെ ഉടനെ തന്നെ ബറോഷിന് മനസ്സിലാവുകയാണ് അത് തന്റെ തമ്പുരാനല്ല, പകരം ആ മന്ത്രവാദിനിയാണെന്ന്. പിന്നീട് അവിടെ ആ മന്ത്രവാദിനിയും ബറോഷും കൂടി അവരുടെ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ച് വൻ സംഘർഷമാണ്. ആ സംഘടനത്തിന് അവസാനം ആ ഇസബല്ല ബറോഷിന് ഒരു പൊടി എടുത്ത് എറിഞ്ഞ് ആ മന്ത്രവാദിനിയെ കൊല്ലും. അവസാനം തരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണിയുടെ താക്കോല് ബറോഷ് ഇസബല്ലയ്ക്ക് കൈമാറുകയാണ്. അങ്ങനെ ബറോഷ് ഭൂതം മാഞ്ഞു പോകും. ഇങ്ങനെ പടം തീർന്നു വിചാരിച്ച് നമ്മളൊക്കെ ഒന്ന് ആശ്വസിക്കുന്ന സമയത്താണ് അങ്ങ് തൈര് സാധൻ യൂണിവേഴ്സിൽ നിന്ന് ജ്ഞാപകം മുരളി വന്ന് വലിയ കുട്ടിയായ ഇസബല്ലയ്ക്ക് വീണ്ടും ഒരു ചാവി വന്ന് കൊടുത്തിട്ട് പോകുന്നു. ഇത് എന്ത് ചാവി? സെക്കൻഡ് പാർട്ടിലേക്കുള്ള ചാവിയാണെന്ന് തോന്നുന്നേ. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.